ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ദ ഡിവൈൻ മെസ്സേജ് സ്പാർക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു 5 കാർഡ് സ്പ്രെഡ് എടുക്കാവേ. നമ്മൾ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക, യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നോക്കാം എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് ഇന്ന് യൂണിവേഴ്സിന് പറയാനുള്ളത്. നോക്കാം. ആദ്യത്തെ കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഡെവിൾ, 9 ഓഫ് വാണ്ട്. ഡെവിൾ ഒന്ന് മറച്ചു വെക്കട്ടെ. കിങ് ഓഫ് വാണ്ട്. അഞ്ചാമത്തെ കാർഡ് സ്ട്രെങ്ത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നേക്കുന്ന നൈറ്റ് ഓഫ് സോഡ്സ് ആണേ. ഓക്കെ, നമുക്ക് പറയാം. ഇതിപ്പം ആദ്യത്തെ കാർഡ് വന്നേക്കുന്ന 3 ഓഫ് സോഡ്സ് ഇല്ലേ. നിങ്ങളെ കുടുംബത്തിലൊക്കെ ഒരു സന്തോഷമായിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിൽ നിങ്ങൾ ഒത്തുകൂടും. അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയൊക്കെയാണ് കാണിക്കുന്നത്. അത് പ്രണയത്തിലാണെങ്കിൽ ഇന്ന് പ്രണയിക്കുന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ അവർ പങ്കാളികളെ കണ്ട് അവർ ഒന്നിക്കും മീൻസ് അവർ തമ്മിൽ കാണുമോ അല്ലെ സംസാരിക്കുകയോ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയോ ചെയ്യും. ജോലിസ്ഥലത്താണെങ്കിൽ നിങ്ങളൊരു ന്യൂ പ്രോജക്റ്റിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് നിങ്ങൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഡിസിഷനൊക്കെ എടുക്കും. അതുപോലെ രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്ന ദ ഡെവിൾ കാർഡാണ്. ദ ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേന് പ്രലോഭനത്തിൽ വീഴാനും അതുപോലെ ചില കാര്യങ്ങളിൽ അമിതമായ ആഗ്രഹങ്ങളൊക്കെ തോന്നുന്ന ദിവസമാണ്. അതായത് പ്രലോഭനത്തിൽ എന്ന് പറയുമ്പോഴത്തേന് മദ്യപാനം അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ മൂല്യം അറിയാതെ ഒരു ആവശ്യമില്ലാത്ത തെറ്റിലേക്കൊക്കെ പോകുന്ന ഒരു കാർഡാണ്. അതിൻ്റെ അർത്ഥമേ സ്വന്തം മൂല്യം കളഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മൂല്യം കളഞ്ഞുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നിന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതിലൊന്നും പോയി ചാടരുത് കേട്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ ചിന്തകളെയൊക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളത് വേണ്ട രീതിയിൽ ആഹ്വാനം ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാർഡെന്ന് പറയുന്നത് കഠിനാധ്വാനം. ഇന്ന് നിങ്ങൾക്ക് ഓഫീസിലോ എവിടെയാണേലും വളരെ കൂടുതലായിരിക്കും, കഠിനാധ്വാനം കൂടുതലായിരിക്കും. നിങ്ങൾ മടുത്തിട്ട് ഇട്ടിട്ട് പോകാനൊക്കെ തോന്നുവേ. എന്നാൽ പോലും ഉണ്ടല്ലോ നിങ്ങളത് വെല്ലുവിളിയോടുകൂടി തന്നെ എന്ത് വന്നാലും ഞാനിത് തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, ഓഫീസിലോ എവിടെയാണെങ്കിലും. അപ്പം അത് ഇട്ടിട്ട് പോകാതെ നിങ്ങളത് വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വിജയത്തിൽ എത്തിക്കണം, ആ ലക്ഷ്യബോധത്തിൽ എത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നാലാമത്തെ കാർഡ് അറിയാമല്ലോ, നേതൃത്വത്തെ. അതായത് കിങ് ഓഫ് വാണ്ടാണ്. നിങ്ങൾ ഓഫീസിലോ എവിടെയായാലും ഒരു ശക്തനായ ഒരു നേതാവായിട്ട് നിങ്ങൾ മാറും. അതുപോലെ സംരംഭകരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കും. പിന്നെ അഞ്ചാമത്തെ കാർഡെന്ന് പറയുന്നത് സ്ട്രെങ്ത് കാർഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ക്ഷമയോടും കരുത്തോടും കൂടി നിങ്ങൾ ഒരു ആന്തരിക കരുത്തോടു കൂടി തന്നെ ഒരു കാര്യം ഏറ്റെടുത്ത് അത് ധൈര്യത്തോടു കൂടി ശാന്തതയോടും കൂടി ബുദ്ധിയുള്ള ഒരാളായി മാറി അത് ക്ഷമയോടുകൂടി വിജയത്തിൽ എത്തിച്ചേരും. അപ്പം പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ അതും ഒരു സക്സസിൻ്റെ കാർഡാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ തീർച്ചയായിട്ടും സക്സസ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യണേ. ആർക്കെങ്കിലും റെസിനേറ്റ് ആവുകയാണെങ്കിൽ താഴെ വന്ന് മെസ്സേജ് ചെയ്യണേ.